എല്ലാവർക്കും നമസ്കാരം. പ്രാർത്ഥനാസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു പഴയ ബെൽറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലത്തെയൊക്കെ കേടായ ബെൽറ്റുകളോ അല്ലെങ്കിൽ കുട്ടികളുടെ സ്കൂളിലത്തെ യൂണിഫോമിൻ്റെ ബെൽറ്റൊക്കെ ഉണ്ടാവില്ലേ, പഴയ ബെൽറ്റ്, അതുപോലത്തെ ബെൽറ്റോ ഒക്കെ നിങ്ങളുടെ വീട്ടിൽ ഉപയോഗമില്ലാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു ഐഡിയ കാണാം. മഴക്കാലത്ത് എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആവുന്ന ഒരു ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. അപ്പോൾ ഞാൻ ഇതേപോലൊരു ബെൽറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിട്ട് നീളമുള്ള ബെൽറ്റ് എടുക്കുകയാണ് കൂടുതൽ നല്ലത്. എന്നിട്ട് ഒരു 20 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ നമുക്ക് ഒരു പെന്ന് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഒരു പപ്പടക്കോലോ അതല്ലെങ്കിൽ ഒരു ചെറിയ കമ്പിയുടെ പീസോ നല്ലപോലെ ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ അടയാളപ്പെടുത്തി വെച്ചിട്ടുള്ള എല്ലായിടത്തും തന്നെ ഓരോരോ ഹോളുകൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ കമ്പിയാണെങ്കിലും പപ്പടക്കോലാണെങ്കിലും നല്ലപോലെ ചൂടാക്കിയിട്ട് നന്നായിട്ട് തന്നെ ചൂടാക്കിയാലേ നമുക്ക് ഹോൾ ഇടാൻ പറ്റുള്ളൂ കേട്ടോ. ഇത് ഞാൻ ഓൾറെഡി ഹോൾ ഇട്ട് വെച്ചിരുന്ന ഒരു ബെൽറ്റാണ് കേട്ടോ. അതിലാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇതുപോലെ എല്ലാം അടി വരെ ഹോൾ ഇട്ടിട്ടുണ്ട്, അതേ ഒരു ഗ്യാപ്പിൽ തന്നെ. ഇനി നമുക്കിതുപോലത്തെ ഒരു അലുമിനിയം കമ്പിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കമ്പിയുടെ പീസാണ് കൂടുതലും നല്ലത്, അല്ലെങ്കിൽ കുറച്ച് കട്ടിയുള്ള നൂലായാലും മതി. ഇപ്പോൾ കമ്പി ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലെ ഇങ്ങനെ ഒന്ന് മടക്കി ഒരു യു ഷേപ്പിൽ പിടിച്ചിട്ട് ഒന്ന് ഇതിലെ ഈ ഹോളിലൂടെ ഒന്നിങ്ങനെ കോർത്തിട്ട് ഞാനൊരു കുളത്ത് പോലെ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ആക്കുകയാണ്. അപ്പോൾ ബാക്കിൽ കമ്പി ആകുമ്പോൾ നമുക്കിങ്ങനെ മടക്കി വയ്ക്കാം. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള നൂലാണെങ്കിൽ ബാക്കിലൊന്ന് നല്ലപോലെ കെട്ടി വയ്ക്കണം, ഇങ്ങോട്ട് താഴോട്ട് വരാതിരിക്കാനായിട്ട്. കണ്ടോ, ഇതേപോലെ കേട്ടോ. ഇനി എല്ലാ ഹോളിലും ഇങ്ങനെ കമ്പി ഇട്ട് കൊടുക്കുകയാണ്. നൂലിനേക്കാൾ എളുപ്പം കമ്പി തന്നെയാണ്, കാരണം നമുക്കിങ്ങനെ മടക്കി വയ്ക്കാൻ എളുപ്പമാണല്ലോ. ബാക്കിലൊന്ന് നല്ലപോലെ പിരിച്ചിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി വെച്ച് കഴിഞ്ഞാൽ എത്ര വെയിറ്റ് ഇട്ടാലും അത് ഇങ്ങോട്ട് വീഴില്ല, നല്ല കറക്റ്റായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. ഇനി ഓരോ കൊളുത്തിലും നമുക്ക് ഹാങ്ങറുകൾ കൊളുത്തി കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ മഴക്കാലത്ത് കുഞ്ഞു കുഞ്ഞു തുണികളൊക്കെ നമുക്ക് ഉണക്കാനായിട്ട് ഒരുപാട് സ്പേസ് പോവില്ലേ. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ എല്ലാം തന്നെ ഇതിൽ കൊള്ളും. ഇപ്പോൾ വേണമെന്ന് വെച്ചാൽ ബെഡ്റൂമിലായാലും ജനലിൻ്റെ സൈഡിലൊക്കെ ഇതുപോലെ ഇടുകയാണെങ്കിൽ ഉറങ്ങുന്ന സമയത്ത് നമുക്കെല്ലാം തന്നെ ഇതിൽ ഹാങ് ചെയ്ത് ഇടാം. പിറ്റേ ദിവസം ആ ഒരു ഫാനിൻ്റെ കാറ്റ് കൊണ്ടിട്ട് തന്നെ എല്ലാം ഉണങ്ങി കിട്ടും. അപ്പോൾ കുഞ്ഞുങ്ങളുടെ സോക്സ്, ടവൽ, ഇങ്ങനത്തെ ചെറുതൊക്കെ ഇതിൽ കൊള്ളും. അപ്പോൾ ഈ ഒരു മഴക്കാലത്ത് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. പഴയ സ്കൂൾ ബെൽറ്റോ എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ, അപ്പോൾ ഇതേപോലെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അയയിലാണെങ്കിലും സ്പേസ് നമുക്ക് ഒരുപാട് ലാഭിക്കാൻ പറ്റും. ഇതുപോലത്തെ 2-3 ബെൽറ്റൊക്കെ ഉണ്ടെങ്കിൽ കുറേ തുണികൾ ഇതിൽ കൊള്ളും. ഉണ്ടോ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. താല്പര്യമുള്ള എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം കേട്ടോ. ഒരു കുഞ്ഞ് ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക, അതുപോലെ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനിയപ്പോൾ ഇതുപോലെ മറ്റൊരു ഐഡിയ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക്